പോർവോയിലാണ് കേട്ടോ ഉള്ളത്. പോർവോ എന്ന് വെച്ചാൽ ഫിൻലാൻഡിലെ സെക്കൻഡ് ഓൾഡസ്റ്റ് സിറ്റിയാണ്. ഇവിടെ നമ്മൾ പോർവോ കത്തീഡ്രലിൻ്റെ ഫ്രണ്ടിൽ നിൽക്കുകയാണ്. നമുക്ക് ഇവിടുത്തെ കാഴ്ചകൾ കാര്യങ്ങളൊക്കെ ഒന്ന് കാണാം. ഒരുപാട് കാഴ്ചകൾ നമുക്കിവിടെ കാണാനുണ്ട്. നമുക്കെല്ലാം ഒന്ന് റൗണ്ട് അടിച്ച് കണ്ടിട്ട് വരാം. നമ്മൾ എത്തിയതേ ഉള്ളൂ. നമ്മൾ ആദ്യം കത്തീഡ്രലിൻ്റെ ഫ്രണ്ടിലോട്ട് നിൽക്കണം. ഇനി അതിനകത്തോട്ടൊക്കെ ഒന്ന് കയറി എന്തൊക്കെ കാഴ്ചകളാണ് എന്തൊക്കെയാണെന്ന് നോക്കാം. അപ്പോൾ നമുക്ക് കാഴ്ചകളോട്ട് പോകാം. ഓക്കെ, ഇതൊക്കെ ഉണ്ടോ, ഇതാണ് പോർവോ കത്തീഡ്രലിൻ്റെ ഒരു സൈഡാണ് കേട്ടോ. നമുക്കിങ്ങനെ പതുക്കെ ഇവിടുന്ന് മുന്നിലോട്ട് നടക്കാം. അതുകൊണ്ട് ഇതിന് മുന്നിൽ റോഡൊക്കെ കല്ല് വിരിച്ചേക്കുന്നുണ്ടോ, നല്ല രസമുണ്ട് കേട്ടോ കാണാൻ. പഴയ രീതിയിൽ തന്നെ നമ്മുടെ കല്ലും ഇതിനിടയ്ക്ക് മണ്ണാണ് കേട്ടോ ഇട്ടേക്കുന്നത്. മണ്ണിട്ട് ചെയ്തേക്കും, നല്ല രസമുണ്ട് കാണാൻ. നമുക്കിനി പള്ളിയുടെ മുൻഭാഗം ഒന്ന് കണ്ടു നോക്കാം എങ്ങനെയുണ്ടെന്ന്. ഇപ്പോൾ എല്ലാ നൂറ്റാണ്ടുകൾ പഴക്കമുള്ള ബിൽഡിങ്ങാണ് കേട്ടോ ഇവിടെ കാണുന്നതെല്ലാം. കണ്ട് ഫിൻലാൻഡിൽ പള്ളികളിലാണെങ്കിൽ കണ്ട് ഇതുപോലൊരു സ്ഥലം എല്ലാ പള്ളികളിലും കാണും കേട്ടോ. കുട്ടികൾക്ക് കളിക്കാൻ വേണ്ടിയിട്ടൊരു സ്ഥലം പ്രത്യേകം കാണും. ഇതൊക്കെ ഇവൻ പറയും നമ്മളിവിടെ ബഹളം വെച്ചുകൊടുക്കണം. അതുകൊണ്ട് ഇതെല്ലാം കാണുന്നത് ഇവിടുത്തെ ഓൾഡ് ടൗൺസും കാര്യങ്ങളൊക്കെയാണ്. വെച്ചാൽ പഴയ രീതിയിൽ തന്നെ ഇവർ മെയിൻറ്റെയിൻ ചെയ്തിട്ടുണ്ട്. പണ്ടെങ്ങനെയായിരുന്നു അതുപോലൊക്കെ തന്നെ മെയിൻറ്റെയിൻ ചെയ്തിട്ടുണ്ട്. നമ്മൾ താഴോട്ട് പോയി നോക്കാം എങ്ങനെയൊക്കെയാണ് എന്തൊക്കെയാണ്. അതായത് റോഡാണെങ്കിൽ തന്നെ ആ ചെറിയ ചെറിയ കല്ലുകളും മണ്ണും വെച്ച് തന്നെ അറേഞ്ച് ചെയ്തേക്കുന്നത്. പ്രത്യേകിച്ച് ടാർ ചെയ്ത റോഡോ അല്ലാനുള്ള റോഡുകളൊന്നുമല്ല, പണ്ടത്തെ രീതിയിൽ തന്നെ ചെയ്ത് നടത്തിയിട്ടുണ്ട്. ഈ കാണുന്നതെല്ലാം പണ്ടത്തെ ബിൽഡിങ്ങുകളാണ് കേട്ടോ. അതെല്ലാം അതുപോലൊക്കെ തന്നെ മെയിൻറ്റെയിൻ ചെയ്തിട്ടുണ്ട് അവർ. എൻ്റെ സൈഡിൽ ഹോട്ടല് കാര്യങ്ങൾ കഫേ എല്ലാം ഉണ്ട്. ഒരുപാട് ടൂറിസ്റ്റുകളുണ്ട് കേട്ടോ. ഇന്ന് മൺഡേയും കൂടെയാണ്, എന്നിട്ടും അത്യാവശ്യം തിരക്ക് കാണിക്കുന്നുണ്ട്. ആദ്യം വന്നപ്പോൾ ഞങ്ങൾ കരുതി അധികം തിരക്കും കാര്യങ്ങളൊന്നും കാണില്ല എന്ന്, പക്ഷെ അത്യാവശ്യം തിരക്കുണ്ട്. അതുകൊണ്ട് ഒരുവിധം എല്ലാ ഷോപ്പിൻ്റെയും ഫ്രണ്ടിലും ഇതുപോലെ വെള്ളം വാങ്ങി വെച്ചിട്ടുണ്ട് കേട്ടോ. കാര്യം വെച്ചാൽ ഒരുവിധം എല്ലാവരും പെറ്റ്സുമായിട്ടായിരിക്കും വരുന്നത്. അപ്പോൾ അവരുടെ പെറ്റ്സിന് കുടിക്കാൻ വേണ്ടിയിട്ട് ഒരുവിധം എല്ലാ ഷോപ്പിൻ്റെയും ഫ്രണ്ടിൽ ഇതുപോലെ വെള്ളം വെച്ചേക്കുന്നുണ്ട് കേട്ടോ. ഇപ്പോൾ എല്ലായിടത്തും വെച്ചേക്കുന്നതൊക്കെ ഞാനിപ്പം കുറച്ച് നാളുകൂടി കാണുന്നത്. കുറേ സ്ഥലങ്ങളിലൊക്കെ നമ്മൾ പോയിടത്തൊക്കെ എല്ലാം വെച്ചേക്കുന്നതും കാര്യങ്ങളെല്ലാം കണ്ടിട്ടുണ്ട്. പക്ഷേ ഇത് ഒരുവിധം എല്ലാ കടകളുടെ ഫ്രണ്ടിലും വെച്ചിട്ടുണ്ട്. അത് നല്ലൊരു കാര്യമാണ് കേട്ടോ. ഇവിടുത്തെ ഏറ്റവും വലിയ പ്രത്യേകത കേട്ടോ, ഈ കാണുന്നതൊക്കെ വീടുകളാണ്. അവിടെ കോഫി ഷോപ്പ് കാര്യങ്ങളൊക്കെ ഉണ്ട്. അതുപോലെ തന്നെ താണ്ടതാ നോക്കി അവിടെ ഒരു ചെറിയൊരു ബോട്ട് കിടക്കുന്ന സാധനത്തിനകത്ത് ഒരു കഫറ്റേരിയാണ്, ഒരു റെസ്റ്റോറൻറ്റോ അങ്ങനെ എന്തോ ആണത്. ആൾക്കാരൊക്കെ ബോട്ടിൽ ഇരുന്ന് ഫുഡ് കഴിക്കുന്നുണ്ട്. അതോടൊപ്പം ഇവിടുത്തെ ഏറ്റവും വലിയ പ്രധാനമാണ് ഈ കനാലിൻ്റെ സൈഡിലുള്ള
ഈ ഷോപ്പുകൾ, ഈ കോഫി ഷോപ്പുകൾ, വീട്, ഇവിടെ ആൾക്കാർ താമസമുണ്ട്, കോഫി ഷോപ്പ് കാര്യങ്ങളെല്ലാം ചെയ്യുന്നുണ്ട്. ഇതാണ് ഇവിടുത്തെ ഏറ്റവും വലിയ പ്രത്യേകത. അതോടൊപ്പം തന്നെ ആണ്ടെ ഒരു വളരെ ചെറിയൊരു സിറ്റിയാണ്. ഇപ്പുറത്തെ സൈഡിലോട്ട് നോക്കുവാണെങ്കിൽ അവിടെ ഒരുപാട് ബോട്ട്, പാലം കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ അങ്ങോട്ട് പോകാം. ഇപ്പോൾ നമുക്ക് ഇവിടേക്ക് നോക്കിയിട്ട് വരാം. ഈ പാലം ശ്രദ്ധിച്ചോ നിങ്ങൾ? ഈ ഒരു റോപ്പ്, അയൺ റോപ്പിനകത്ത് മാത്രമാണ് കേട്ടോ ഇത് നിൽക്കുന്നത്. താഴെ അതിന് കാലോ കാര്യങ്ങളോ ഒന്നുമില്ല. ഇങ്ങോട്ട് വരുമ്പോഴത്തേക്ക് ഇത് സൈഡിലെല്ലാം ബോട്ടും കാര്യങ്ങളൊക്കെ നിർത്തിയിട്ടുണ്ട്. എനിക്ക് ഇവിടുത്തെ ബിൽഡിങ്ങുകൾ, റോഡ് കാര്യങ്ങളൊക്കെ കാണുമ്പോൾ ഓർമ്മ വരുന്നത് കേട്ടോ നമ്മുടെ ഫോർട്ട് കൊച്ചി കൂടെ നടക്കുന്നൊരു ഫീലിംഗ് ആണ് കേട്ടോ. ഏകദേശം അതേ കണക്കുള്ള കുറേ ബിൽഡിങ്ങുകളൊക്കെ കാണാൻ കഴിയും. പോർവോയിലെ കാഴ്ചകളൊക്കെ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കും. നമുക്കും ഇവിടുന്ന് പോകാനുള്ള സമയമൊക്കെ ആയി, നമ്മൾ കുറേ ടൈമായി വന്നിട്ട്. അപ്പം ഇനി പുതിയ പുതിയ കാഴ്ചകൾ, ഫിൻലാൻഡിലെ പുതിയ പുതിയ കാഴ്ചകളായിട്ട് നമുക്ക് വീണ്ടും കാണാം. ഓക്കെ, ബൈ. ലക്കി. ഓക്കെ.